പൈസ പോലുമില്ല, പൈസ പോലുമില്ല. അവരുണ്ടാക്കുന്ന വൈദ്യുതിയുടെ അളവനുസരിച്ച് ഇപ്പോഴത്തെ തോതൊന്നും നോക്കണം. 2025 റേറ്റ് എത്ര? കോസ്റ്റ് പെർ യൂണിറ്റ് 7.75 രൂപ കൃത്യമാണ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ റോയൽറ്റി പുതുക്കാത്തത് കൊണ്ട് എന്ത് പറ്റി? ആ 70 എഗ്രിമെന്റിൽ റോയൽറ്റി പുതുക്കാൻ പ്രൊവിഷനില്ല. ഈ പൈസ പോലും വാങ്ങിക്കൊണ്ട് ഇനിയും നമ്മൾ മുന്നോട്ട് പോകണം. പക്ഷെ അവിടെ ഒരു ഇടപെടൽ നടന്നു. 2015 ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ആ ഒരു ഇടപെടൽ ഉണ്ടായത്. അദ്ദേഹം ആ ഫയല് പഠിക്കുകയും 2015 ഈ റോയൽറ്റി സംബന്ധിച്ച് എന്ത് നടപടി എടുക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ മുല്ലപ്പെരിയാർ കേസ് കൈകാര്യം ചെയ്യുന്ന മോഹൻ പി കട്ടാർക്കി അടക്കമുള്ള അഡ്വക്കേറ്റുമാരുമായിട്ട് സംസാരിച്ചു. മോഹൻ പി കട്ടാർക്കി ഒരു ലീഗൽ ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് 2015 29/4/2015 അദ്ദേഹം കൊടുത്ത ലീഗൽ ഒപ്പീനിയൻ എന്തെന്നറിയും? 1970 കരാറിൽ റോയൽറ്റി പുതുക്കാനില്ല എങ്കിലും ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ കോൺസ്റ്റിറ്റ്യൂഷൻ 131 ആർട്ടിക്കിൾ അനുസരിച്ച് തമിഴ്നാടിന് നോട്ടീസ് കൊടുക്കുകയും അവരതനുസരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പുതിയ ഹർജി ഫയൽ ചെയ്യാൻ എഴുതി വെച്ചിട്ടുണ്ട്. 2015 മുതൽ 2025 വരെയുള്ള ഈ 10 വർഷക്കാലം അതിൽ അടയിരിക്കുകയാണ്. ഇതുവരെ ഒരു നടപടി ചെയ്തിട്ടില്ല. ഒരു പൈസയുടെ 7/1 5/1 ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കും. ആ ഇനത്തിൽ കേരളത്തിന് നഷ്ടമായ ഖജനാവിന് എത്രയെന്നറിയോ? 15,269 കോടി രൂപ പുതുക്കിയ റേറ്റ് അനുസരിച്ച്. അവിടെ തീർന്നില്ല. ഈ മുല്ലപ്പെരിയാർ വെച്ച് നമ്മളെല്ലാവരും പറയും ഇതൊരു കറവ പശു ആണല്ലോ, ആരും കൈക്കൂലി വാങ്ങി എന്ന് തെളിവ് നമുക്ക് പറയാനില്ല. അവിടെ ഒട്ടനവധി ആളുകൾക്ക് തോട്ടങ്ങൾ ഉണ്ടെന്നും ജയലളിത പണം കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും തെളിവില്ല. പക്ഷെ ഇതെല്ലാം ജീവിക്കുന്ന തെളിവാണ്. അവിടെ തീർന്നില്ല. 2014-2015 വർഷം കേന്ദ്ര സർക്കാരിന് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക ഉത്തരവിലൂടെ ഫ്രീ ഷെയറിംഗ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രൊവിഷനുണ്ട് 2014-15. എന്ന് വെച്ചാൽ ഏതെങ്കിലും അന്തർ സംസ്ഥാന നദീജലവുമായി ബന്ധപ്പെട്ട കരാറുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ജലം കൊണ്ടുപോകുന്ന സംസ്ഥാനം മറ്റു സംസ്ഥാനത്തെ മദർ സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കി അവർ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ 12% തുക ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുന്നുണ്ട് ഷെയർ. അതുപോലെ തന്നെ ആ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി 1% ഉൾപ്പെടെ 13% കൊടുക്കണമെന്ന് കൃത്യമായിട്ട് ഉത്തരവുണ്ട്. 2014-15 മുതൽ ആ ഫ്രീ ഷെയറിംഗ് കൂട്ടി നോക്കിയാൽ 2,845 കോടി വരും. ഒരു ക്ലെയിം ഇന്നുവരെ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടില്ല. അപ്പൊ ലീസ് റെന്റിന്റെ കാര്യത്തിലായാലും ഫ്രീ ഷെയറിംഗിന്റെ കാര്യത്തിലായാലും റോയൽറ്റിയുടെ കാര്യത്തിലായാലും കേരളത്തിന് കിട്ടേണ്ട 2,31,000 കോടി രൂപ, 1,31,000. അത് നോക്കണം. കേരളത്തിന്റെ ആഭ്യന്തര കടത്തിന്റെ 1/3 വരും. എന്താ മുട്ട് വിറയ്ക്കുന്നത്? തമിഴ്നാടിന് ഒരു കത്ത് കൊടുക്കാൻ എന്താ ഇവരുടെ മുട്ട് വിറയ്ക്കുന്നത്? അത് ഏത് ഭരണമായിക്കോട്ടെ, കഴിഞ്ഞ ഭരണമായാലും വരാൻ പോകുന്നവരായാലും ഇപ്പൊ ഭരിക്കുന്നവരായാലും തമിഴ്നാടിന് ഒരു കത്ത് കൊടുക്കുന്ന കാര്യത്തിൽ ഇവർക്കെല്ലാം പേടിയാണ്. ആരെ പേടി? അതുകൊണ്ട് 7.75 രൂപ പെർ യൂണിറ്റിന് കൊടുത്ത് നമ്മൾ ഈ ഭാരം വീഴ്ത്തുന്നു. ഇതാണ് മുല്ലപ്പെരിയാറിന്റെ കാണാത്ത കഥ. നമ്മൾ പറയാം ഭയാനകമാണത്, പൊട്ടിയാൽ അങ്ങനെ ഇങ്ങനെ. ശരിയാണ്, അത് പൊട്ടാതിരിക്കുക ചെയ്യട്ടെ. അതൊക്കെ ദൈവം നിശ്ചയിക്കേണ്ട കാര്യമാണ്. ഇനി അതിലൊന്നും വലിയ കാര്യം നമുക്കില്ല. എന്തുകൊണ്ടാ? കഴിഞ്ഞ 2001 മുതൽ 2025 വരെയുള്ള 24 വർഷത്തെ നിയമപരമായ കേരള സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ ഞങ്ങൾ 5 അഡ്വക്കേറ്റുമാരും പോയിരുന്ന് പഠിച്ചവരാണ്. വിവരാവകാശ നിയമപ്രകാരം ഫയൽ നോക്കാൻ ആവശ്യപ്പെട്ട് വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റിന് കത്ത് കൊടുത്തു. നോക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഇത് ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും വെല്ലുവിളി ആയതുകൊണ്ട് ഫയൽ നോക്കാൻ അനുവദിക്കില്ല. അപ്പീൽ കൊടുത്തു. അപ്പീൽ കൊടുത്തിട്ട് തള്ളി. 1ാം അപ്പീല്
വിവരാവകാശ കമ്മീഷൻ അപ്പീൽ കൊടുത്തു. ആ അപ്പീൽ വിവരാവകാശ കമ്മീഷൻ ഉദ്യോഗസ്ഥനെ വിളിച്ച് വരുത്തി അവർക്ക് ആവശ്യമുള്ള റെക്കോർഡുകൾ നോക്കാനുള്ള അനുവാദം കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ 5 പേര് എറണാകുളത്ത് നിന്ന് പോയി ഒരാഴ്ച തിരുവനന്തപുരത്ത് പോയി താമസിച്ച് സെക്രട്ടേറിയറ്റിലെ വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റ് അണ്ടർ സെക്രട്ടറിയുടെ ഓഫീസിൽ ഇരുന്ന് 6 ദിവസം ഇരുന്ന് ആ ഫയലുകൾ പരിശോധിച്ചു. 2001 മുതൽ 2024 വരെയുള്ള മുഴുവൻ ഫയലുകളും പരിശോധിച്ചു. സ്നേഹിതരെ, എൻ്റെ പൊന്നും സുഹൃത്തുക്കളെ, കേരളം ജയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ചുക്കും ചുണ്ണാമ്പും ആ ഫയലുകളിലില്ല. വളരെ ആധികാരികമായിട്ട് ഞാൻ പറയുന്നു, 6389 രൂപ ഫീസ് അടച്ച് ഏതാണ്ട് 15 വോളിയം ഫയല് 15700 കോപ്പിയിൽ ആവശ്യമുള്ള കോപ്പി ഞങ്ങൾ വാങ്ങി ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫയലുകളും നിങ്ങൾ നോക്കണം. 2001 മുതൽ 2024 വരെ ഉണ്ടായ കേസുകളിൽ കേരളം തോറ്റുകൊണ്ടിരിക്കുന്നതല്ലാതെ ജയിച്ച ചരിത്രമില്ല. പറയട്ടെ, 386/2001 എന്ന് പറയുന്ന ആദ്യത്തെ കേസ് മുല്ലപ്പെരിയാറിന്റെ പ്രധാന ഒരു കേസാണ്. ആ കേസ് കേരളം അമ്പേ തോറ്റു. 2006 തന്നെ തോറ്റു. 2006 തന്നെ തോറ്റ നമുക്കെതിരെ വീണ്ടും തമിഴ്നാട് കേസുമായിട്ട് വരികയാണ്. വാദി നമ്മളല്ല, വാദി കേരളമല്ല, നമ്മൾ വാദിയല്ല, പ്രതി. സ്ഥലത്തിന്റെ ഉടമ പ്രതി, ലെസർ പ്രതി. ലസ്സി കേസ് കൊടുക്കുന്നു. 386/2001 തോറ്റു. അതിനുശേഷം തമിഴ്നാട് വീണ്ടും കൊടുക്കുന്നു 3/2006. അതാണ് പ്രധാനപ്പെട്ട ഒരു വിധിയായി നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, 7/5/2014 സുപ്രധാന വിധി. അതിനാണ് 136, 142 അടിയാക്കുകയും എംപവർ കമ്മിറ്റി പറഞ്ഞതനുസരിച്ച് ഇത് സുരക്ഷിതമായ ഡാമാണെന്ന് പറയുകയൊക്കെ ചെയ്ത വിധി. അങ്ങനെ ഒരു വിധി അവിടെ ഉണ്ടായി. കേരളത്തെ കേൾക്കാൻ പോലും സുപ്രീം കോടതി സമ്മതിച്ചില്ല. എന്തുകൊണ്ട്? ഏതാണ്ട് 236 പേജുള്ള വിധി വായിച്ചു നോക്കണം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഗൂഗിളിലുണ്ട്. ഇതുപോലൊരു അബദ്ധപഞ്ചാംഗം സുപ്രീം കോടതിയെ ഞാൻ തെറ്റു പറയില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റുകൾ, നമ്മൾ കൊടുക്കേണ്ട തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടേ ഇല്ല. ഏതോ പാരഗ്രാഫിൽ ഇങ്ങനെ സുപ്രീം കോടതി പറഞ്ഞു വരുന്നതിലെല്ലാം ഏതെങ്കിലും ഒരു ചെറിയ ഓഫീസിന് ചെയ്യാവുന്ന കാര്യം പോലും അവിടെ വീഴ്ച വരുത്തിയിരിക്കുക. അങ്ങനെ ഓരോ കാര്യത്തിലും വീഴ്ച വരുത്തി ഒരു തെളിവും കൊണ്ടുപോകാനില്ലാതെ വന്നപ്പോൾ സുപ്രീം കോടതി 7/5/2014 കേരളത്തിന്റെ തലയിൽ ചൂട് പൊട്ടി. അതാണ് അവസാന വിധി. ഇപ്പൊ നമ്മൾ സഹിക്കുന്നത്. അതും കഴിഞ്ഞിപ്പോ 2014 കഴിഞ്ഞപ്പോ എത്ര? 2024, 2025, 11ാം വർഷം. ഇപ്പോഴും മുല്ലപ്പെരിയാറ് തമിഴ്നാട്ടിലേക്ക് കൊടുക്കുന്നു. ഇപ്പോഴും അവരതിൽ നിന്നും പൈസ ഉണ്ടാക്കുന്നു. ഇപ്പോഴും തമിഴ്നാടിന്റെ കാരുണ്യത്തിൽ പച്ചക്കറിയും അരി ഒക്കെ വാങ്ങി നമ്മൾ കഴിക്കുന്നു. ഇതിന് മുട്ടയും പാലും വരെ. അവരെ കുറ്റം പറയാൻ കഴിയില്ല. അവർക്ക് വെള്ളം വേണം. നമ്മുടെ അയൽ രാജ്യമാണ്, അവർക്ക് വെള്ളം കൊടുക്കണം. അതിലൊന്നും ഒരു തെറ്റുമില്ല. അവർക്ക് വെള്ളം കൊടുത്തേ പറ്റൂ. പക്ഷെ നമുക്ക് ന്യായമായി കിട്ടേണ്ട കാര്യങ്ങളിൽ, ന്യായമായി ജയിക്കേണ്ട കാര്യങ്ങളിൽ നമ്മളെടുക്കുന്ന ഉദാസീനതയാണ് പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട MLA-ക്ക് അറിയാൻ പറ്റും. അദ്ദേഹം ഒട്ടനവധി കാലം ഭക്ഷ്യവകുപ്പിന്റെ ആയിരുന്നെങ്കിലും കൂട്ടുത്തരവാദിത്തമുള്ള ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നാണല്ലോ. അദ്ദേഹത്തിന്റെ ബഹുമാന്യായ പിതാവും വളരെ വർഷങ്ങൾ ജലസേചന വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതാണ്, എനിക്കറിയാം. അപ്പൊ അവരെല്ലാം പഴയ തലമുറയിൽ 1970-കൾക്ക് ശേഷം 2025 വരെ എന്ത് ചെയ്തു പോയി. ബഹുമാനപ്പെട്ട MLA ജയിച്ചു വരുമ്പോൾ ഇനിയെങ്കിലും ഈ കരാറുകളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ഒരു കാലത്തുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനത് ആവശ്യം. ഇത് നമ്മുടെ ആവശ്യം, നമ്മുടെ തലമുറയുടെ ആവശ്യം. ഇപ്പൊ വെൽഫെയർ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല, ഇത്ര കൊണ്ട് മുടങ്ങിപ്പോയി. ഈ പൈസ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ഖജനാവിൽ കിട്ടിയാൽ നമ്മുടെ ഓരോ വീട്ടമ്മമാർക്കും അവരിരുന്ന് അവരുടെ വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് ഒരു കൂലി എന്നുള്ള നിലയ്ക്ക് 5000 രൂപ വീതം വെറുതെ കൊടുക്കാൻ പറ്റും എല്ലാ വീട്ടമ്മമാർക്കും. ഒരുത്തന്റെ പെൻഷനും മുടങ്ങില്ല. ആ രീതിയിലുള്ള കാഴ്ചപ്പാടില്ലായ്മ നമ്മുടെ ജല സംരക്ഷണ കാര്യത്തിൽ വന്നുകൂടി.
ഇതൊരു അന്തർ സംസ്ഥാന ജല തട്ടിപ്പാ. ശബരിമല കൊള്ള ഒന്നുമല്ല. അത് ആചാരത്തിന്റെ പേരിലാണെന്ന് നമുക്ക് പറയാം. പക്ഷെ ഇത് എന്തിന്റെ പേരില? ഇത് ഭരണ നിർവഹണത്തിന്റെ വീഴ്ചയുടെ പേരില്, ഉത്തരവാദിത്വമില്ലായ്മ. എത്ര കോടി, ലക്ഷം കോടിയാണ് നമുക്ക് നഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അന്തർ സംസ്ഥാന ജല തട്ടിപ്പാണ് മുല്ലപ്പെരിയാർ ഡാം. ഇത് നിലനിൽക്കേണ്ടത് ചിലരുടെ ആവശ്യം. കറവ പശു എന്നുള്ള പേരിൽ ജനം അറിയപ്പെടുന്നതും ഇതുകൊണ്ട്.